നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിവിധയിടങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ 125 എന്ന പേരിൽ സ്വാതന്ത്ര്യദിനത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 8ാം വാർഡ് കിഴക്കേ മേത്തൊട്ടിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഒരു കുടുംബം. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി സമാപനവും സ്മാരക മന്ദിരങ്ങളുടെ വെഞ്ചരിപ്പും 16-17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ഷാജി പൂത്തറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്വാതന്ത്ര്യദിന സാംസ്കാരിക സമ്മേളനവും റാലിയും സംഘടിപ്പിച്ചു. റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗും മർച്ചന്റ് അസോസിയേഷനും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും സംയുക്തമായി 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന റാലി വിവിധ സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെയും വ്യാപാരി വ്യവസായ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച സ്വാതന്ത്ര്യദിന റാലിയിൽ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ NCC കേഡറ്റുകളും NSS വോളണ്ടിയർമാരും സ്റ്റുഡന്റ് പോലീസും കുടുംബശ്രീ യൂണിറ്റുകളും നഴ്സിംഗ് വിദ്യാർത്ഥികളും തൊടുപുഴയിലെ മുഴുവൻ സാമൂഹിക സാംസ്കാരിക സംഘടനകളും വിവിധ സ്പോർട്സ് ക്ലബ്ബുകളും അണിനിരന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് തുടർന്ന് തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. എത്രയോ ആളുകൾ അനുഭവിക്കുന്ന ഒരു രാജ്യമായിരുന്ന നമ്മുടെ ഭാരതം ഇന്ന് എത്രയോ ഉയർച്ചയിലായി ലോകത്തെ തന്നെ ആദ്യത്തെ 3-4 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ മഹാഭാരതം എത്തിച്ചേരാൻ സാധ്യമായത് അത് നമ്മുടെ പൂർവികർ നടത്തിയ അതിരോചിതമായ സമരത്തിന്റെ ആ ഒരു യുദ്ധത്തിന്റെ ആ സഹന സമരത്തിന്റെ അതിന്റെ എല്ലാം ഒരു വിജയവും അതിന്റെ ഒരു പ്രതിഫലനമാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ഈ ധീരന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ജാതിയുടെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മറ്റ് വർഗങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇന്ന് ഈ സമൂഹത്തില് അത് ഏറ്റവും മോശമാക്കുന്നതിനും ഈ സമൂഹത്തില് ഒരു ഏകോദര സഹോദരങ്ങളായി കഴിയുന്ന ഓരോ ഇന്ത്യക്കാരനെയും ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജിസി ആന്റണി, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, ജനറൽ കൺവീനർ PS സലിംകുട്ടി, മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സാലി S. മുഹമ്മദ്, ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽകുമാർ PNK, ഇടുക്കി ജില്ലാ യൂത്ത് വിംഗ് വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് ഷെബി, വൈസ് പ്രസിഡന്റ് രമേശ് PK, മർച്ചന്റ് യൂത്ത് വിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ഗോപു ഗോപാലൻ, സെക്രട്ടറി ജോർജ് കുട്ടി ജോസ്, ട്രഷറർ അനസ് പെരുനിലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ 125 എന്ന പേരിൽ സ്വാതന്ത്ര്യദിനത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം SP BU കുര്യാക്കോസ് നിർവഹിച്ചു. വാക്കത്തോൺ കുന്നത്ത് നിന്ന് ആരംഭിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് അവസാനിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു.
സമൂഹത്തിൽ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 125 എന്ന പേരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. മുതലക്കോടം മേഖലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിച്ചത്. കുന്നം ജംഗ്ഷനിൽ ആരംഭിച്ച വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം SP VU കുര്യാക്കോസ് നിർവഹിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വാക്കത്തോൺ അവസാനിച്ചു. മയക്കുമരുന്നിന്റെ പിടിയിൽ വീഴാതിരിക്കുക, നാടിനെ അരാജകത്വത്തിന്റെ വിഷപ്പാത വീഴാതിരിക്കാൻ കരുതിയിരിക്കുക, പിന്നീട് കൈപ്പിടിയിൽ അമരാതിരിക്കാൻ സദാ ജാഗരൂകരാകുക എന്ന ആഹ്വാനവുമായി ലഹരിയുടെ തീവ്ര വ്യാപനത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലഹരി മാഫിയയ്ക്കെതിരെ തുറന്നടിക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരിക്കെതിരെ സജീവമായി സഞ്ചരിക്കുക എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കത്തോലിക്ക തുടർന്ന് നടന്ന സമ്മേളനം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് സ്വതന്ത്രരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒത്തിരിയേറെ കാര്യങ്ങളുടെ അടിമത്തത്തിലാണ് ഞാൻ നിങ്ങൾ കഴിയുന്നത്. അത് ഏറ്റവും വലിയ അടിമത്തമായിട്ട് ഇന്ന് സമൂഹമെല്ലാം ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നതാണ് ലഹരി ഒരു അടിമത്തമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഈ കുട്ടികളെങ്കിലും തീരുമാനിക്കണം, ഞങ്ങൾ ജീവിതത്തിൽ ഈ ലഹരി ഉപയോഗിക്കുകയില്ല, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുകയില്ല, ലഹരി ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയില്ല എന്നുള്ള ഉറച്ച ഒരു പ്രതിജ്ഞ എടുക്കാൻ സാധിച്ചാൽ അത് ഈ റാലിയുടെ വിജയമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, ആലപ്പുഴയിൽ ഒരു മകൻ തന്റെ അപ്പനെ അമ്മയെയും കന്നുകാലി വെട്ടുന്ന പോലെ തന്നെ വെട്ടി നുറുക്കി കൊന്നൊരു സംഭവം ഇന്നലെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിമിത്തം ആ മകൻ മദ്യലഹരിയിലായിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം അമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ എത്തപ്പെടുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് ഈ അടുത്ത സംഭവത്തെ കാണാൻ സാധിക്കും. മുതലക്കോടം സെന്റ് ജോർജ് HSS പ്രിൻസിപ്പൽ ജിനോ ജോർജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SSGHSലെ കുട്ടികൾ ചേർന്ന് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കമ്പളിക്കണ്ടം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി വ്യവസായികളുടെയും വിവിധ സാമുദായിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കമ്പളിക്കണ്ടം ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കമ്പളികണ്ടം ക്ലബ്ബും കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ 11 മുതൽ 14 വരെ വാർഡുകളിലെ കുടുംബശ്രീകളും വ്യാപാരി വ്യവസായികളും വിവിധ സംഘടനകളും സംയുക്തമായാണ് രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ ടൗണിൽ നടത്തിയ സ്വാതന്ത്ര്യദിന റാലി കൊന്നത്തടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TP മൽക്ക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിന റാലി, ദേശഭക്തിഗാനം, ക്വിസ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ നൽകി. മികച്ച കർഷക, സംരംഭക, വിദ്യാഭ്യാസ മികവ് തെളിയിച്ചവർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി, ബ്ലോക്ക് മെമ്പർ മേരി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ TK കൃഷ്ണൻകുട്ടി, ജോബി പേടിക്കാട്ടിക്കുന്നേൽ, പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ, ഹൗസിംഗ് ബോർഡ് അംഗം ഷാജി കാഞ്ഞമല, സാലസ് കുളങ്ങര, ഷാജി കണ്ടശാങ്കുന്നേൽ, ഹൗസിംഗ് ബോർഡ് അംഗം ജോയ് കാനാക്കുന്നേൽ, CS ജോസ്, ബിജു കുര്യാക്കോസ്, CT ജോസഫ്, PN ഷാജി, ഷിബു കുര്യാക്കോസ്, സെക്രട്ടറി PA അയ്പ്, കൺവീനർ AR സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു.
വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മങ്ങാട്ടുകവലയിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരുന്ന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ജനതയുടെ വോട്ടവകാശത്തെ ജനാധിപത്യത്തെ കൊള്ള ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. ഗാന്ധി സ്ക്വയറിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഓർക്കണം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിലാണ് ഇന്ന് നരേന്ദ്രമോദി ഇരിക്കുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി ആസനസ്ഥയായിരുന്ന കസേരയിലാണ് ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. ശ്രീ രാജീവ് ഗാന്ധി ഇരുന്ന കസേരയിലാണ് അദ്ദേഹം അമർന്നിരിക്കുന്നത്. PV നരസിംഹറാവുവിനെ പോലെ, മൊറാർജി ദേശായിയെ പോലെ ഈ രാജ്യത്തിന്റെ രണാങ്കണത്തിൽ ഒരുപിടി നേതൃത്വവുമായി കടന്നു വന്നിരുന്ന ഒരുപിടി ആളുകൾ, രക്തസാക്ഷികളായി മാറിയ ആളുകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് മുൻപിൽ ഈ നാടിന് നേതൃത്വം കൊടുത്തിരുന്ന എത്രയോ മഹാരഥന്മാർ അലങ്കരിച്ച കസേരയിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾ ആ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇത് ആപത്തിലേക്ക് പോകും, ഈ രാജ്യം അപകടത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് എന്താ സ്ഥിതി? എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് വിലയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലുള്ളത്? ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ലോകത്തിന് മുൻപിൽ എന്തെങ്കിലും വിലയുണ്ടോ, നിലയുണ്ടോ? DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് EM അഗസ്തി, റോയ് കെ പോലോസ്, ഇബ്രാഹിംകുട്ടി കല്ലർ, തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, നേതാക്കളായ AP ഉസ്മാൻ, ജോയ് വെട്ടിക്കുഴി, MD അർജുനൻ, VE താജുദ്ദീൻ, MN ഗോപി, സിറിയക് തോമസ്, ടോണി കുര്യാക്കോസ്, ജാഫർ ഖാൻ മുഹമ്മദ്, NI ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് വിവിധങ്ങളായ പരിപാടികളോടെ തൊടുപുഴ നഗരസഭയിൽ തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് പതാക ഉയർത്തി. തുടർന്ന് ബാൻഡ് മേളം, റോളർ സ്കേറ്റിംഗ്, സൈക്കിൾ റാലി എന്നിവയുടെ അകമ്പടിയോടെ ഗാന്ധി സ്ക്വയറിലെത്തി മഹാത്മാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ആഘോഷ പരിപാടികളിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ 79 സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് വിവിധങ്ങളായ പരിപാടികളോടെ തൊടുപുഴ നഗരസഭയിൽ തുടക്കം കുറിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് പതാക ഉയർത്തി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പൈതൃകത്തെ നമ്മൾ അഭിമാനത്തോടെയും ഐക്യത്തോടെയും ആദരിക്കുന്നുവെന്നും പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളോടെ നല്ലൊരു നാളേക്കായി പ്രയത്നിക്കാമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി അനേകായിരം രക്തസാക്ഷികൾ, നമ്മുടെ പൂർവികരായ സഹോദരന്മാർ ജീവൻ നൽകിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. ആ സ്വാതന്ത്ര്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ മൂല്യത്തിലും അതിൻ്റെ ശുദ്ധിയിലുമൊക്കെ വിനിയോഗിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കുവാനുള്ളത്. തൊടുപുഴ നഗരസഭയുടെ മുഴുവൻ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയൊക്കെ എല്ലാ നന്മയ്ക്കും ഈ ദിവസത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രതിജ്ഞയെടുക്കാം, നമുക്ക് പ്രവർത്തിക്കാം. നല്ല ഒരു നാളേക്ക് വേണ്ടി നമ്മുടെ പൂർവികർ തന്ന ഈ നല്ല ഒരു നാടും നല്ല ഒരു നാളുകളും നമുക്ക് ആവോളം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഒരു അവസരമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. തുടർന്ന് ബാൻഡ് മേളം, റോളർ സ്കേറ്റിംഗ്, സൈക്കിൾ റാലി എന്നിവയുടെ അകമ്പടിയോടെ ഗാന്ധി സ്ക്വയറിലെത്തി മഹാത്മാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ആഘോഷ പരിപാടികളിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സനു കൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷീജ ഷാഹുൽ ഹമീദ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ബിന്ദു പത്മകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MA കരീം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PG രാജശേഖരൻ, കൗൺസിലർമാർ, മുനിസിപ്പൽ ജീവനക്കാർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു തരണികൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ബിജു എം.എ. ദേശീയ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി സ്വാതന്ത്ര്യദിന സന്ദേശവും വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ് ആശംസയും നേർന്നു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ബിജു എം.എ. ദേശീയ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി സ്വാതന്ത്ര്യ സന്ദേശവും വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ് ആശംസയും അറിയിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിവിധമായ സ്ഥലങ്ങളിൽ ഇന്ന് പതാക ഉയർത്തലും പരേഡും എല്ലാം നടക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ ദിന ആശംസകളും എല്ലാവർക്കും ഞാൻ നേരുന്നു. ഇടുക്കി ചെറുകിട വ്യാവസായി സഹകരണ സംഘം നീതി ലാബിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സംഘം പ്രസിഡന്റ് ജോർജ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ലഭ്യമാണ്. കൂടാതെ ആവശ്യ സാഹചര്യങ്ങളിൽ ഹോം കെയർ സർവീസും ലഭ്യമാണ്. തൊടുപുഴയിലുള്ള ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം നീതി ലാബിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ജോർജ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു. ഇടുക്കി ചെറുകിട വ്യവസായ സഹകരണ സംഘം ഞങ്ങൾക്ക് 4 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് തൊടുപുഴ, കട്ടപ്പന, അടിമാലി, കുമളി. ഇത് ഒരു 21 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംഘമാണ്. ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിന് നീതി മെഡിക്കൽ ലാബുണ്ട്, നീതി സ്കാനിങ് സെൻ്ററുണ്ട്, നീതി മെഡിക്കൽ സ്റ്റോറുണ്ട്, ആംബുലൻസ് സർവീസുണ്ട്. ഈ ആംബുലൻസ് സർവീസ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5G ഉള്ള ആംബുലൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹീൽ അറ്റ് ഹോം എന്നൊരു പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ പോയി അത്യാവശ്യം ഡോക്ടർമാരെ കൊണ്ടുപോയി പേഷ്യൻസിനെ നോക്കുന്ന സംവിധാനമാണ്. പിന്നെ മെഡി ടാക്സി ഉണ്ട്. അത് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുവാനോ ചെറിയ അത്യാവശ്യമായിട്ടുള്ള എന്ത് പേഷ്യൻസിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് മെഡിക്കൽ ടാക്സി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് മെഡിക്കൽ ടാക്സി കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ സ്കാനിങ് ഫിസിയോതെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി അത് ഞങ്ങൾ ഒരു 10 തൊട്ട് 5 മണി വരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ വന്ന് ചെയ്യുകയും അല്ലെങ്കിൽ വീടുകളിലേക്ക് ഫിസിയോതെറാപ്പി അതിനുള്ള സംവിധാനം പോയി ചെയ്യുവാനായിട്ടുള്ള സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ മെഡി ടാക്സി തുടങ്ങും. എക്സ്റേ ഉണ്ട്. അങ്ങനെ ഈ ഒരു സർവീസ് എന്ന ഒരു ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. ഇതൊരു പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ജനങ്ങൾക്ക് ഒരു നാട്ടിൽ ഒരു സർവീസ് ചെയ്യുക, നാട്ടുകാർക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി സാജു വി ചെമ്പരത്തി, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ജോസ് പോൾ MD, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഭവാനി, ഡോക്ടർ അമീഷ് പി ജോർജ്, സംഘം വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ, ഭരണസമിതി അംഗങ്ങളായ ഡെന്നി ജോസഫ്, ബോണി തോമസ്, ഔസേപ്പച്ചൻ ജോൺസൺ, മിനി ആന്റണി, റിനു ജോയി, ജലജ ശശി, മുൻ പ്രസിഡന്റ് ബെന്നി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ മംഗളവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ഈ നാട്ടില് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് വളരെ ആവശ്യമാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുകളുണ്ട്. പക്ഷെ അത് വലിയ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്തിരുന്ന എനിക്ക് ആവശ്യം. ഒരു സാധാരണ ഒരാളിന് വേണമെങ്കിൽ അവർക്കത് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഉപയോഗിക്കണം. അവിടെ ഡോക്ടറുടെ ഇത് വേണം. അത് എല്ലാ വിധത്തിലും പ്രയാസമാണ്. അപ്പൊ അതുപോലെ ഇതുപോലെയുള്ള യൂണിറ്റുകൾ നമുക്ക് വളരെ ആവശ്യമാണെന്ന് എനിക്ക് അഭിപ്രായം. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങാൻ നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചതും. അത് എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് തന്നെ പോകുന്ന എനിക്കറിയാം. അതൊക്കെ ഏറ്റവും നല്ലതായിട്ട് പോകും. നമുക്കൊരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. തെറാപ്പിസ്റ്റിന്റെ
എനിക്കറിയാം, അവരെ നമ്മളെ എനിക്ക് നല്ലപോലെ അറിയാം. അനേകം വർഷങ്ങളായിട്ട് എന്നോട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏറ്റവും നല്ലതായിട്ട് അവർ ചെയ്താലും ഉറപ്പാണ് എനിക്കറിയാം അത് ഫലപ്രദമായിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നുകൂടാനിടയായതിൽ ഈ സന്തോഷമുണ്ട്. ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ലഭ്യമാണ്. കൂടാതെ ആവശ്യ സാഹചര്യങ്ങളിൽ ഹോം കെയർ സർവീസ് ബുക്ക് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ തനതായ സാരികളുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ ഹൗസ് ഓഫ് സാരീസ് ലോഞ്ച് ചെയ്തു. അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് വിയോടൊപ്പം പ്രമുഖ സിനിമാ താരങ്ങളായ മാളവിക മേനോൻ, സ്വാസിക, ഋതു മന്ദ്ര, സിജ റോസ്, ലയ മാമൻ, ശ്രീവിദ്യ മുല്ലശ്ശേരി, പാർവതി കൃഷ്ണ, മരിയ വിൻസെന്റ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ തനതായ സാരികളുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഹൗസ് ഓഫ് സാരീസ് ലോഞ്ച് ചെയ്തു. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. 2024 ഷോറൂം വിപുലീകരിച്ചതിനു ശേഷം മഹാറാണിയിൽ നിരന്തരമായി എത്തുന്ന സാരി ഉപഭോക്താക്കളുടെ അഭിപ്രായം പരിഗണിച്ചാണ് സാരികൾക്ക് മാത്രമായി ഹൗസ് ഓഫ് സാരീസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാരങ്ങളിലെ തനതായ സാരികളുടെ 3 ലക്ഷത്തിലധികം കളക്ഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സാരീസ് ഫോർ സെലിബ്രേഷൻസ്, സാരീസ് ഫോർ സൺഡേസ്, സാരീസ് ഫോർ ടീച്ചേഴ്സ്, സാരീസ് ഫോർ എലഗൻസ്, സാരീസ് ഫോർ 365 ഡേയ്സ് തുടങ്ങി എല്ലാ സെഗ്മെന്റിലുമുള്ള സാരികൾക്കായി പ്രത്യേകം സെഷനുകളായാണ് ഹൗസ് ഓഫ് സാരീസ് ആരംഭിച്ചിരിക്കുന്നത്. അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വിയോടൊപ്പം പ്രമുഖ സിനിമാ താരങ്ങളായ മാളവിക മേനോൻ, സ്വാസിക, ഋതു മന്ദ്ര, സിജ റോസ്, ലയ മാമൻ, ശ്രീവിദ്യ മുല്ലശ്ശേരി, പാർവതി കൃഷ്ണ, മരിയ വിൻസെന്റ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മലയാളത്തിലെ പ്രമുഖ 8ഓളം സിനിമാ താരങ്ങളും 8ഓളം പ്രമുഖ ഫാഷൻ മോഡലുകളും ചേർന്ന് ഏറ്റവും പുതിയ കളക്ഷനുകൾ ഷോക്കേസ് ചെയ്ത ഫാഷൻ ഷോയും കാണികളെ അമ്പരിപ്പിച്ചു. സാരി പ്രേമികൾക്ക് ഹൗസ് ഓഫ് സാരീസ് ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കുമെന്ന് അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വിയെ അറിയിച്ചു. വീടില്ല, വൈദ്യുതിയില്ല, ശൗചാലയമില്ല, പ്ലാസ്റ്റിക് പടുത കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും ഭിത്തിയും. ഈ കാഴ്ച ഉത്തരേന്ത്യയിൽ നിന്നല്ല, മറിച്ച് പ്രബുദ്ധ കേരളത്തിൽ നിന്നുള്ളതാണ്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 8ാം വാർഡ് കിഴക്കേ മേത്തോട്ടിയിലാണ് ഈ ദയനീയ കാഴ്ച. കരുവപ്ലാക്കൽ സുധീഷും കുടുംബവുമാണ് കഴിഞ്ഞ 3 വർഷമായി ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്നത്. വീടില്ല, വൈദ്യുതിയില്ല, ശൗചാലയമില്ല, പ്ലാസ്റ്റിക് പടുത കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും ഭിത്തിയും. ഈ കാഴ്ച ഉത്തരേന്ത്യയിൽ നിന്നോ UP-യിൽ നിന്നോ അല്ല, മറിച്ച് പ്രബുദ്ധ കേരളത്തിൽ നിന്നുള്ളതാണ്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 8ാം വാർഡ് കിഴക്കേ മേത്തോട്ടിയിലാണ് ഈ ദയനീയ കാഴ്ച. കരുവപ്ലാക്കൽ സുധീഷും കുടുംബവുമാണ് കഴിഞ്ഞ 3 വർഷമായി ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്നത്. മുമ്പ് ഇവർ തറവാട്ടു വീട്ടിലായിരുന്നു താമസം. പിന്നീട് ഭാഗം നൽകിയ സ്ഥലത്ത് ഇവർ ഷെഡ് കെട്ടി. ഇവിടെ കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ ജനുവരിയിൽ കൊക്കോ പറിക്കുന്നതിനിടെ താഴെ വീണ് സുധീഷിന്റെ നട്ടെല്ലിന് പരിക്കേറ്റു. പിന്നീട് ചികിത്സയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പോൾ പതിയെ പിടിച്ചു നടക്കാറായി. മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഭർത്താവിനെ പരിചരിക്കേണ്ടതിനാൽ ഭാര്യയ്ക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. 375 ആണ് എൻ്റെ വീട്ടിൽ നമ്പർ, 375A. എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഭർത്താവ് ഇങ്ങനെ മരത്തിൽ നിന്ന് വീണിട്ട് സർജറിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ആൾക്ക് ജോലിക്ക് കൂലിപ്പണിക്ക് പോകും. ഞങ്ങൾ കൂലിപ്പണിക്കൊക്കെ പോയി ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ചേട്ടായിക്ക് പണിക്കൊന്നും പോകാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ്. വീടിൻ്റെ അവസ്ഥ
ബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പലതവണ അവർ പഞ്ചായത്തിലും പിന്നെ ITDP-യിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷെഡിന് വേണ്ടിയാണ് താമസിക്കുന്നത്, ബാത്റൂം സൗകര്യം ഇല്ല എന്നൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അവർ വരിക അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ST വിഭാഗത്തിൽപ്പെട്ട ഇവർ അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നവുമായി പഞ്ചായത്തിലും ITDP-യിലും നിരവധി വട്ടം അപേക്ഷ നൽകിയെങ്കിലും സ്വന്തം റേഷൻ കാർഡ് കിട്ടുന്നതിലെ കാലതാമസം പദ്ധതി നഷ്ടമാക്കുന്നതിന് കാരണമായി എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാലവർഷം ശക്തമായതോടെ ഏറെ ഭയപ്പാടോടെയാണ് ഇവർ കുട്ടികളുമായി ഇവിടെ താമസിക്കുന്നത്. വീട്ടുചിലവും കുട്ടികളുടെ പഠനവുമൊക്കെ നടത്തുന്നതിന് വീട്ടുകാരും സുമനസ്സുകളുടെയും ഒക്കെ സഹായത്തോടെയാണ് കഴിയുന്നത്. എനിക്ക് കാലങ്ങളായിട്ട് എനിക്ക് രമ്യനും സുധീഷിനും എനിക്കറിയാം. സുധീഷ് ഇപ്പം മരത്തുനിന്ന് വീണ് വയ്യാതെ കിടക്കുകയാണ്. മോഹൻദാസ് മെമ്പറുടെ ഒരു വാർഡാണിത്. മെമ്പറാണ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് പോയേക്കുന്നത്. ആ പ്രസിഡൻ്റ് വാർഡാണിത്. പ്രസിഡന്റ് ഇങ്ങോട്ട് വന്ന് നോക്കുമോ, ഇവരുടെ ദുരാവസ്ഥകളൊന്നും കാണുമോ, ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് കറണ്ടില്ല, വെള്ള സൗകര്യമില്ല, അതുപോലെ തന്നെ ഇവർക്കൊരു ബാത്റൂം സൗകര്യങ്ങളും ഇല്ല. അങ്ങനെയൊക്കെ പിന്നെ സർക്കാരിൽ നിന്നൊരു സഹായങ്ങൾ കിട്ടുവാണെങ്കിൽ ഇവർക്ക് ചെയ്തു കൊടുക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ രമ്യനും കൊണ്ട് ഞാൻ ITDP പോയി, പിന്നെ പഞ്ചായത്തിൽ പോയി. അന്നേരം ഇപ്പോൾ അവരോട് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ഇത് അന്വേഷിച്ചില്ല, വന്നില്ല, ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവരോട് പറഞ്ഞേക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ നിലവിലൊരു വീട് കൊടുക്കാൻ സാധ്യമല്ല, അതുപോലെ ടോയ്ലറ്റ് കൊടുക്കാൻ സാധ്യമല്ല, അതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ സ്വച്ഛ് ഭാരത് മുഖാന്തരം ഈ ബാത്റൂമിനുള്ള ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വെള്ളിയാമറ്റം പഞ്ചായത്ത് ഈ സ്വച്ഛ് ഭാരതിനുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തില്ല, അപേക്ഷിച്ചിട്ടില്ല, അതങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ള വിവരം നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ജൻജീവൻ മിഷൻ പ്രകാരം എല്ലാ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഈ ഗ്രാമത്തിൽ ഇന്നും നമ്മുടെ മലച്ചെരുവുകളിൽ നിന്ന് ഒഴുകി വരുന്ന, പാറയിടുക്കിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഓസിലൂടെ ശേഖരിച്ചിട്ടാണ് ഈ പാവപ്പെട്ട അംഗങ്ങൾ നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഈ സാധു മനുഷ്യർ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ നിർധനമായ, വളരെ മോശമായ ഒരവസ്ഥയാണ് ഇവരുടെ. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടും ഭർത്താവിന്റെ ചികിത്സയ്ക്ക് ഒരു സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ, പൂമാല. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും പതാക ഉയർത്തുകയും ചെയ്തു. തുടർന്ന് കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHO-യും CI-യുമായ ബിജു ജോൺ ലൂക്കോസ് കുട്ടികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് മുണ്ടുനടയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും പതാക ഉയർത്തുകയും ചെയ്തു. ചടങ്ങുകൾക്ക് സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗൈഡ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജ്, നല്ലപാടം കോർഡിനേറ്റർ മീര ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ സ്വാതന്ത്ര്യദിന റാലിയും പോസ്റ്റർ പ്രദർശനവും നടത്തി. തുടർന്ന് കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHO-യും CI-യുമായ ബിജു ജോൺ ലൂക്കോസ് കുട്ടികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഹെഡ് മാസ്റ്റർ ജോ മാത്യു ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ദേശീയഗാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. ബ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി സമാപനവും സ്മാരക മന്ദിരങ്ങളുടെ വെഞ്ചരിപ്പും 16, 17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ഷാജി പൂത്തറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് വൈകിട്ട് 4:30 ആഘോഷമായ ജൂബിലി കുർബാന ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നയിക്കും. 6-ന് നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. ബ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ജ്ഞാനായ കത്തോലിക്ക പള്ളി പ്ലാറ്റിനം ജൂബിലി സമാപനവും സ്മാരക മന്ദിരങ്ങളുടെ വെഞ്ചരിപ്പും 16, 17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ഷാജി പൂത്തറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് വൈകിട്ട് 4:30 ആഘോഷമായ ജൂബിലി കുർബാന ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നയിക്കും. 6-ന് നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫാദർ ജെയിംസ് പനച്ചിക്കൽ, ജിനു ലൂക്കോസ് എഡൂർ എന്നിവർ പ്രസംഗിക്കും. തുടർന്ന് ആദരിക്കൽ, സ്നേഹവിരുന്ന്, കലാസന്ധ്യ എന്നിവയും ഉണ്ടായിരിക്കും. 17-ന് രാവിലെ 10:30 റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിലും 11:30 മിയാവ് ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിലും വീടുകളുടെ വെഞ്ചരിപ്പ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 3-ന് വോൾഡ് വെഞ്ചരിപ്പ്,
മാർ മാത്യു മൂലക്കാട്ട് നിർവഹിക്കും. തുടർന്ന് പൊന്തിഫിക്കൽ കുർബാന ഫാദർ ജോൺ ചേന്നാക്കുഴി, ഫാദർ ഷാജു ചാമപ്പാറ, ഫാദർ ബിജി പല്ലോന്നിൽ എന്നിവർ സഹകാർബരാഗരായിരിക്കും. 5-ന് ജൂബിലി ഘോഷയാത്ര നടക്കും. സമാപന സമ്മേളനത്തിൽ വികാരി ഫാദർ ഷാജി പൂത്ര സ്വാഗതം പറയും. മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിക്കും. പി.ജി. ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മദർ സുപ്പീരിയർ സിസ്റ്റർ ഇമാക്കുലേറ്റ്, റവറൻ ഡോക്ടർ ബിജി പല്ലോന്നിൽ, ഫാദർ സിജോ കൊണ്ടാടം പരവടവിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ജൂബിലിയുടെ ആഘോഷ പരിപാടികൾ സമാരംഭിച്ചത്. ഈ 16-17 തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിലായിട്ട് അതിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നാടിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 4 ഭവനങ്ങൾ ഏതാണ്ട് 20 ലക്ഷം രൂപയിലേറെ ഓരോ ഭവനത്തിനും മുടക്ക് വരുന്ന 4 ഭവനങ്ങൾ അത് പൂർത്തിയാക്കാൻ 2 ഭവനങ്ങളുടെ നിർമ്മാണം ഓൾറെഡി കഴിഞ്ഞു. 2 ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് കർമ്മം ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ഭവനം പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് 50,000 രൂപ വീതം ഒരു 7 കുടുംബങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ നൽകിയപ്പോഴെല്ലാം വിവിധ ജാതി മത വിഭാഗ പരിഗണനകളൊന്നും കൂടാതെ അപേക്ഷകരെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. 2 കുട്ടികൾക്ക് നഴ്സിംഗ് പഠനത്തിന് വേണ്ടിയിട്ട് അവരുടെ പഠനം മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഈ ഒരു കാലഘട്ടത്തിൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കൈക്കാരൻ സണ്ണി പച്ചിക്കര, ജനറൽ കൺവീനർ നിമ്മിച്ചൻ വടക്കുംചേരിയിൽ, ജോയിന്റ് കൺവീനർ ജിനോ എടൂർ, പബ്ലിസിറ്റി കൺവീനർ KK തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മുളന്തുരുത്തിയിൽ കസ്റ്റമർ ഫാമിലി മീറ്റും കമ്പനിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. മാർത്തോമൻ യാക്കോബിറ്റ് ചർച്ച് വികാരി ഫാദർ ഷൈജു പഴമ്പിള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. മുളന്തുരുത്തി പാലേറ്റീവ് ടീമിന് വീൽചെയറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ചടങ്ങിൽ കൈമാറി. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മുളന്തുരുത്തിയിൽ കസ്റ്റമർ ഫാമിലി മീറ്റും കമ്പനിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. മുളന്തുരുത്തി മറിയം ടവേഴ്സിൽ നടന്ന കസ്റ്റമർ ഫാമിലി മീറ്റും കമ്പനിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മാർത്തോമൻ യാക്കോബിറ്റ് ചർച്ച് വികാരി ഫാദർ ഷൈജു പഴമ്പിള്ളിൽ നിർവഹിച്ചു. ഈ യോഗത്തിൽ കടന്നു വരുന്നപ്പോഴൊന്നും റിലയൻസിനെ കുറിച്ച് അത്രയും വലിയ അറിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മുഴുവൻ കേട്ടത് മുഴുവൻ ഗോൾഡിനെ കുറിച്ചാണ്. സംഭവശാൽ എൻ്റെ കയ്യിൽ ഗോൾഡൊന്നും തന്നെ ഉപയോഗിക്കാത്ത. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. മുളന്തുരുത്തി പാലേറ്റീവ് ടീമിന് വീൽചെയറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ചടങ്ങിൽ കൈമാറി. പ്രമുഖ ചലച്ചിത്ര താരം സിജോയ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബെന്നി, റിലയൻസ് CEO ജെയ്മോൻ ഐപ്പ്, റിലയൻസ് വൈസ് പ്രസിഡന്റുമാരായ സേവിയർ ജോസ്, എബിൻ ജെയിംസ്, AGM AC വർഗീസ്, ഏരിയ മാനേജർ രഞ്ജിത്ത് PS, ബ്രാഞ്ച് മാനേജർ മേഘ മോഹൻ, ജോർജ് തനങ്ങാടൻ എന്നിവർ സംസാരിച്ചു. കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോരുത്തരും മാറ്റങ്ങൾ ആവശ്യമാണ്. മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ മാറ്റങ്ങൾ നമ്മളെ മാറ്റിക്കളയും. അപ്പോ കോവിഡ് കാലങ്ങളൊക്കെ നമുക്കറിയാം. 2018 പ്രളയം വന്നപ്പോൾ വെഹിക്കിൾ ഫിനാൻസ് സെക്ടറിന് ആദ്യത്തെ വലിയ ഒരു അടി കിട്ടി. അത് കഴിഞ്ഞ് കോവിഡ് കാലം വന്നതോടുകൂടി റീപേയ്മെന്റ് എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലേക്ക് MSME മേഖലകളിലും വെഹിക്കിൾ ഫിനാൻസ് മേഖലകളിലും പോകും. തുടർന്ന് കലാവിരുന്നും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിവിധയിടങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചു.
കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ 125 എന്ന പേരിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 8ാം വാർഡ് കിഴക്കേ മേത്തൊട്ടിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഒരു കുടുംബം. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി സമാപനവും സ്മാരക മന്ദിരങ്ങളുടെ വെഞ്ചരിപ്പും 16-17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ഷാജി പൂത്തറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.